തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെയും 7-ാമത്തെയും വാക്യമാണ് ആമേൻ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാ മുറിയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. ധന്യനായ പൗലോസ്ലീഹ തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആ സഭയെ പ്രശംസിച്ചുകൊണ്ട് എഴുതുന്നൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത്. പൗലോസിൻ്റെ 2-ാം മിഷണറി യാത്രയിൽ ഉരുവായ സഭയാണ് തെസ്സലോനിക്ക സഭ. പൗലോസ് കൊരിന്തിൽ ഇരുന്നു കൊണ്ടാണ് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് ഈ ലേഖനം എഴുതുന്നത്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ് തെസ്സലോനിക്ക സഭയുടെ തുടക്കം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. കർത്താവിന് സ്തോത്രം. പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ തെസ്സലോനിക്കയിലെത്തി. അവിടെ വലിയ വിടുതലുകൾ നടന്നു. ഉടനെ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നുവോ? കർത്താവിന് സ്തോത്രം. സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഇത് ചലനങ്ങൾ ഇളവാക്കുന്ന സുവിശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. ആ തെസ്സലോനിക്ക സഭയുടെ തുടക്കമൊക്കെ പ്രസംഗിക്കാൻ പോയാൽ ദീർഘസമയം അവിടെ പ്രസംഗിക്കേണ്ടതുണ്ട്. എന്നാലും 1-2 വാക്യങ്ങൾ ഒന്ന് തൊട്ടു പോകണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു പ്രേരണ ഉള്ളതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവർ അംഫിപോലിസിലും അപ്പല്യോനിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. പൗലോസ് 3 ശബ്ദത്തിൽ പ്രസംഗിക്കുവല്ല, വാദിച്ചു. എന്തുവാ വാദമെന്ന് കേട്ടോണം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. പൗലോസിന്റെ വാദം മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ യേശുവാണ് ക്രിസ്തു എന്ന് അവരുടെ മുമ്പിൽ തെളിയിക്കുക. കർത്താവിന് സ്തോത്രം. ഓരോ പ്രസംഗത്തിലും മോശയെ ഉയർത്തുന്നതല്ല പ്രസംഗം, ഏലിയാവിനെ ഉയർത്തുന്നതല്ല പ്രസംഗം, പ്രസംഗകരെ ഉയർത്തുന്നതല്ല പ്രസംഗം, യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നതാ പ്രസംഗം. സ്തോത്രം. ഇവിടെ നിങ്ങൾ ഏതു സ്ഥലത്ത് നിന്ന് വീക്ഷിച്ചാലും നിങ്ങൾക്കൊന്നേ കാണാൻ കഴിയത്തുള്ളൂ, ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ഞാനൊരു സന്ദേശം പറയാം. യേശുവിനെ എവിടെ പ്രസംഗിച്ചാലും ജനം യേശുവിനോട് ചേരും. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങൾ കണ്ടോ, കാന്തം മണ്ണും ഇരുമ്പും കൂടെ മിസ്സായി കിടക്കുന്ന സ്ഥലത്തോട്ടൊന്ന് ഇറക്കി വിട്ടേ. സ്വത്രം. ഇരുമ്പ് മുഴുവൻ ഈ കാന്തത്തെ കയറി പിടിക്കും. സ്തോത്രം. നിങ്ങൾ ദൈവപുത്രനെ ഉയർത്തണം. കാരണം എന്താ? സകലരും ആകർഷിക്കപ്പെടണം. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ നാട് മുഴുവൻ ദൈവത്തിൽ ഒന്ന് ആകർഷിക്കപ്പെടണം? ഓ ഹല്ലേലൂയ. സുവിശേഷത്തെ ആർക്കും തടയാൻ പറ്റത്തില്ല, അത് പരന്നുകൊണ്ടേയിരിക്കും. സുവിശേഷത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദുസ്വഭാവമുള്ളവനെ നല്ല സ്വഭാവമുള്ളവനാക്കി മാറ്റും. അതാ സുവിശേഷം. ചിലർ പറയും സുവിശേഷം മതം മാറ്റല, അല്ല, മനസ്സിന്റെ മാറ്റം. ഓ ഹല്ലേലൂയ. പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാത്ത ഒറ്റ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ബൈബിളാ. ചിലൊക്കെ പറഞ്ഞാൽ കൊന്നേര് ദൈവത്തിന് പ്രസാദമാന്ന. അങ്ങനല്ല ബൈബിള് പറയുന്നേ. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, അരുത് 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 എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ബൈബിള് മാത്രമാണ്. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുകട്ടെ, പൗലോസ് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. കുറെ പേര് കർത്താവിനോട് ചേരാൻ തുടങ്ങി. അടുത്തൂടെ വായിച്ചാട്ടെ. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ പറയാം. എല്ലാ ഫീൽഡിലും എന്തോ ഉണ്ട്, അസൂയുണ്ട്.
ഞാനടുത്ത് കുറവ് സ്പിരിച്വൽ ഫീൽഡിലാന്നാ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ കൂടുതൽ ഇവിടെ ആണോ എന്നാ ഉള്ളതാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു രാഷ്ട്രീയക്കാരൻ കയറിപ്പോയാൽ ഇപ്പൊ നമ്മൾ പറയും പുള്ളി പിടിച്ചടക്കി പോവുക, 4 ആഴ്ച കഴിയുമ്പോൾ വാർത്ത വരും പുള്ളിയെ വലിച്ചു താഴെ ഇടാൻ തുടങ്ങിയെന്ന്. സ്തോത്രം. ഇപ്പം ഒരു യൂട്യൂബർ അടിപൊളിയായിട്ട് കയറി പോവാ, ഓ പുള്ളി കൊള്ളാം കേട്ടോ. പക്ഷെ 10 മാസം കഴിയുമ്പോഴത്തേക്ക് പുള്ളിയെ ആരേലുമൊക്കെ കാലേ വലിച്ച് താഴെ ഇടും. ആരും ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് പോകാൻ ഈ മലയാളികളുടെ വലിയ പാടാ. സ്തോത്രം. പിന്നെ ഈ വളരുന്നവന്റെ അല്ല ഉള്ളിൽ അറിയാം. സ്തോത്രം. ചിലപ്പോൾ അവൻ കാലെ പിടിച്ച് വലിക്കുമ്പോൾ അവന് ഷൂ ആണ് ഇഷ്ടമെങ്കിൽ ഷൂ അങ്ങ് വിട്ടുകൊടുത്തേച്ച് നീ അങ്ങ് കയറിക്കോണം. ആ ഷൂയെ പിടിച്ചോണ്ടിരിക്കല്ല, അവൻ ആ ഷൂ അങ്ങ് കൊണ്ടുപോട്ടെ. നിങ്ങളാരും മിണ്ടുന്നില്ല. എല്ലാ ഫീൽഡിലും സ്പിരിച്വൽ ഫീൽഡിൽ കുറവാന്നാ ഈ ചിന്തിച്ച, പക്ഷെ അവിടെയും കൂടുതലാ. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത്. അതാ ഈ അസൂയ ഉള്ളവർക്ക് ഒരു കാഴ്ചയുണ്ട്. ഈ മെനക്കെട്ട് നടക്കുന്ന കുറച്ച് ദുഷ്ടന്മാരെ കൂട്ടുകൂടും. അവരുടെ ഗ്രൂപ്പിൽ ഈ മെനക്കെട്ട് നടക്കുന്ന ദുഷ്ടന്മാരായിരിക്കും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പില്. എന്തുവാ മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത്. ഗുണമുള്ള ഒരുത്തം പോലും ഇല്ല, പ്രാർത്ഥിക്കുന്ന ഒരുത്തം പോലും അവന്റെ ഗ്രൂപ്പിലില്ല, പ്രാർത്ഥിക്കുന്ന ഒരുത്തം പോലും അവന്റെ നുണ പറയുന്ന സെറ്റിലില്ല. എല്ലാം മെനക്കെട്ട് നടക്കുന്ന കുറച്ച് ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി. ഈ ഇവന്മാർക്ക് ഒരു പരിപാടി ഉണ്ട്, ഇളക്കുവന്മാര്. ഏതെങ്കിലും വീടിനകത്തിരുന്ന് അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ കയറി ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൊണ്ടുകൊണ്ട് ഇളക്കും. നീ പേടിക്കൊന്നും ചെയ്യരുത്, അവൻ ഇളക്കിക്കോട്ടെ. അവൻ ഇളക്കുന്ന നിന്റെ മൈലേജ് കൂടാനാ. ആരും മിണ്ടുന്നില്ല. അവൻ ഇളക്കുന്ന നിന്റെ തകർച്ചക്കല്ലെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തൻ മേപ്പോട്ട് പൊങ്ങി പോകുമ്പോ അവന്റെ കാലെ പിടിച്ച് ഞാന്ന് കിടക്കുമ്പം നീ ഷൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കാതിരുന്നാ മതി. അവന് ഷൂ മതിയല്ലോ, അതും കൊടുത്തേരെ. നിങ്ങളാരും മിണ്ടുന്നില്ല. ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. ഈ ഇളകാനായിട്ട് കുറച്ച് എന്നാ പറഞ്ഞാൽ ഇളകുന്നവന്മാരുണ്ട്. നമ്മൾ എത്ര വചനം പറഞ്ഞാലും ഉറക്കത്തില്ല. ആരേലും പറഞ്ഞാൽ അങ്ങ് ഇളവും. നമ്മളന്ന് എല്ലാ ആഴ്ചയും വന്ന് വചനം പറഞ്ഞ് ഉറപ്പിച്ചു പോവാ. പൗലോസ് ദൈവത്തിന് സ്തോത്രം, ലുസ്രെ ചെന്നേച്ച് പറഞ്ഞു, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അപ്പൊ ഉറപ്പിക്കുന്നവരും ഉണ്ട്, ഇളക്കുന്നവന്മാരും ഉണ്ട്. എൻ്റെ കൂട്ടുകാരനെ ഇളക്കുന്നവനാന്ന് സൂക്ഷിച്ചോണം, നമ്പര് മാറ്റുന്നതാണല്ലേ. സ്തോത്രം. ഇതൊന്നും പറയാൻ വന്നല്ല കേട്ടോ. എന്നിട്ട് എന്താ സംഭവിച്ചേ? പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. യാസോന്റെ വീട് വളഞ്ഞു. ഇവൻ ഈ കലഹക്കാരനാ. ഇവന് യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. കലഹിപ്പിച്ചവർ എവിടെ ചെന്നാലും കലക്കവാ. നീ വിശ്വസിച്ചോ? നിന്റെ വീട്ടിൽ ഉടനെ ഉണ്ടാകാൻ പോവാ. ഇവിടുത്തെ കലക്കം എന്താന്ന് കേട്ടോണം. പാപി പാപം വിടും. ചെല്ലു പറയത്തില്ലയോ, എടാ കുടുംബത്തിൽ പിറന്നവൻ 2 എണ്ണം വീശണം. ഇപ്പൊ അവനോട് എതിരെന്തുവാ? അവൻ പ്രാർത്ഥനയ്ക്ക് പോയി. മിണ്ടുന്നില്ല. ഈ കഴിഞ്ഞിടെ ഞാനൊരു അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ അവനെ പ്രാർത്ഥിക്കാൻ വിട്ടെന്ന് വിചാരിച്ചു. അവനെ സ്നാനപ്പെടുത്താൻ ആര് പറഞ്ഞു? അവൻ 2 എണ്ണമൊക്കെ അടിച്ചു നടക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിനൊരു ക്രെഡിറ്റാ. ആ അപ്പന്റെ തലേ കയറിയേക്കുന്ന ഭൂതം എത്ര വലുതാ. വല്ല മനസ്സിലായോ? ഇവിടെ എന്താ നിങ്ങൾ പഠിക്കേണ്ടിയേ? ഹല്ലേലൂയ. തെറ്റായ മാർഗം പഠിപ്പിക്കുന്ന ഇവിടുത്തെ പോലീസുകാരുടെ തലവേദന കുറയ്ക്കുന്നൊരു ഗ്രൂപ്പുണ്ട്, പ്രാർത്ഥിക്കുന്നവരേ ഉള്ളൂ. അവരെ പ്രതി ഒരു തലവേദനയില്ല. പിന്നെ അവിടെ എവിടെയും കുറച്ച് വഴക്കാൾ കിടപ്പുണ്ട്, അവരുടെ കാര്യം വിടും. അത് മറ്റേ ഇപ്പൊ ഈ മെനക്കെട്ട് നടക്കുന്ന ഗ്രൂപ്പിൽ പെട്ടവരാ. ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല. അവർ പറയും ഞങ്ങൾക്ക് പ്രശ്നം വന്നാൽ ഒന്നും വേണ്ട, 15 രൂപ ട്രിപ്പാ മതി, ഞങ്ങൾ വിടുതലാക്കിക്കോളാം. അതെങ്ങനെയാ? ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും.
മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ഏത് പ്രശ്നം വന്നാലും പതറരുത്. നിന്റെ വീട്ടിലെ ഒരു ബെഡ്ഷീറ്റ് മതി നിനക്ക് മുട്ടുകൂത്താനായിട്ട്. ആ പ്രാർത്ഥന ചരിത്രത്തെ തിരുത്തും.